റഷ്യൻ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനുമായ അലക്സി നവാൽനിയുടെ ദുരൂഹ മരണം ലോകമെങ്ങുമുള്ള ജനാധിപത്യ വിശ്വാസികളെ കനത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 16-നാണ് പോളാർ വുൾഫ് എന്ന അപരനാമമുള്ള റഷ്യയിലെ കുപ്രസിദ്ധമായ ആർട്ടിക് തടവറയിൽ വച്ച് അലക്സി നവാൽനി മരിച്ച വിവരം റഷ്യൻ അധികൃതർ പുറത്തുവിട്ടത്. 30 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട അലക്സി നവാൽനി കഴിഞ്ഞ 3 വർഷമായി ജയിലിലായിരുന്നു. മോസ്കോയിൽ നിന്ന് 2000 കിലോമീറ്റർ ദൂരെയുള്ള ആർട്ടിക് പീനൽ കോളനി എന്ന ജയിൽ സ്റ്റാലിന്റെ കാലത്തെ സൈബീരിയൻ തടവറകളെ അനുസ്മരിപ്പിക്കുന്നതാണ്. വ്ളാഡിമിർ പുടിന്റെ ഏകാധിപത്യ ഭരണത്തെ തകർത്തെറിയാൻ ശേഷിയുള്ള നേതാവായാണ് 47-കാരനായ ഈ അഭിഭാഷകൻ അറിയപ്പെട്ടിരുന്നത്. 2030 വരെ റഷ്യൻ പ്രസിഡന്റ് പദവിയിൽ ചോദ്യം ചെയ്യപ്പെടാതെ തുടരാൻ പുടിൻ കരുക്കൾ നീക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വിമർശകന്റെ ദുരൂഹ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് മരണമല്ല, കൊലപാതകം തന്നെയാണെന്ന് നവാൽനിയുടെ ഭാര്യ യൂലിയ ബോറിസോവ്ന പ്രതിപക്ഷ നിരയും ആരോപിക്കുന്നുണ്ട്. പുടിനെതിരെയുള്ള റഷ്യൻ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു അലക്സി നവാൽനി. അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ പുടിൻ രാജ്യത്തിന്റെ ഏകാധിപതിയായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ ഭയക്കുന്ന ഭരണാധികാരികൾ ലോകം മുഴുവനുമുണ്ട്. എതിർ ശബ്ദങ്ങളെല്ലാം അരോചകമായി തോന്നുന്ന, വിമർശനങ്ങളെ വെറുക്കുന്ന, എല്ലാവരും സദാ തന്റെ ആജ്ഞാനുവർത്തികൾ മാത്രമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ഓരോ കാലത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വിഭിന്ന സ്വരങ്ങളെ അടിച്ചമർത്താനും വിമർശകരുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനും അവർക്ക് കഴിയുകയും ചെയ്യാറുണ്ട്. എന്നാൽ അവരെ കാത്തിരിക്കുന്നത് നിർദ്ദയമായ തിരിച്ചടികളായിരിക്കുമെന്നാണ് ലോക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ജനാധിപത്യം എന്നത് ഒരു വികസ്വര സങ്കല്പമാണ്. അവിടെ നിശബ്ദതയ്ക്ക് സ്ഥാനമില്ല. നിരന്തരം വാദിക്കുകയും എതിർക്കുകയും വിയോജിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഭാവിയിലേക്ക് നടന്നു നീങ്ങാൻ കഴിയുകയുള്ളൂ. നിശബ്ദതയും അനുസരണയും മാത്രം ശീലിച്ച് സമൂഹം ആന്തരികമായി നിശ്ചലമായി തീരും. സ്വാതന്ത്ര്യവും ജനാധിപത്യവും വിയോജിക്കാനുള്ള അവകാശവുമാണ് മാനവരാശിയുടെ പ്രയാണത്തിന്റെ ശക്തിസ്തംഭങ്ങളായി നിലനിൽക്കേണ്ടത്. ജനാധിപത്യ ക്രമത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അധികാരത്തിലേറിയ ആളാണ് വ്ളാഡിമിർ പുടിൻ. ഇപ്പോൾ അദ്ദേഹം റഷ്യയിലെ ജനാധിപത്യത്തിന്റെ തൂണുകളെയെല്ലാം തച്ചുടയ്ക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പല രാജ്യങ്ങളിലും ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിലേറിയവർ പിന്നീട് ഏകാധിപതികളായി മാറുന്ന കാഴ്ചയാണ് നാം കാണേണ്ടി വരുന്നത്. നമ്മുടെ രാജ്യം പോലും അത്തരമൊരു പാതയിലേക്ക് നീങ്ങുകയാണോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. 141 എംപിമാരാണ് കഴിഞ്ഞ വർഷം ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. 95 പേർ ലോക്സഭയിൽ നിന്നും 46 പേർ രാജ്യസഭയിൽ നിന്നും. നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ സർക്കാരിനുമെതിരെ പാർലമെന്റിൽ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്ന അംഗങ്ങളെ ഭയപ്പെടുത്തി നിശബ്ദമാക്കുക എന്ന ലക്ഷ്യമാണ് ഈ കൂട്ട സസ്പെൻഷന് പിന്നിലുണ്ടായിരിക്കുന്നത്. ഏതോ ഒരു പ്രസംഗം കുത്തിപ്പൊക്കി പ്രതിപക്ഷത്തെ ഏറ്റവും കരുത്തുറ്റ ശബ്ദമായ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കാൻ പോലും, മത്സരിക്കുന്നതിൽ നിന്ന് പോലും അദ്ദേഹത്തിന് വിലക്കേർപ്പെടുത്താനും BJP നടത്തിയ അത്യന്തം ഹീനമായ നീക്കവും നമ്മുടെ മുന്നിലുണ്ട്. ഡൽഹിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്തും നമ്മെ പേടിപ്പെടുത്തുന്ന നീക്കങ്ങൾ ഭരണത്തിലിരിക്കുന്നവർ നടത്തുന്നുണ്ട് എന്നതാണ് വസ്തുത. നിയമസഭയിൽ സർക്കാരിനെതിരെ ശബ്ദിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങളെ കേസുകളിൽ കുരുക്കി നിശബ്ദരാക്കാൻ നോക്കുന്നതിനൊപ്പം സർക്കാരിനെതിരായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെയും കേസുകളിൽ കുടുക്കി ഭീഷണിപ്പെടുത്താൻ ശ്രമം നടക്കുന്നുണ്ട്. ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ, പാർട്ടി അണികളെയും പോലീസിനെയും ഉപയോഗിച്ച് തെരുവിൽ ആക്രമിക്കുന്നതും ഈ പ്രബുദ്ധ കേരളത്തിൽ തന്നെയാണ്. ജനാധിപത്യമടക്കമുള്ള ഏത് സാമൂഹ്യ ക്രമങ്ങളിൽ നിന്നും ഏകാധിപതികൾ ഉയർന്നു വരാം. ജനങ്ങളുടെ ജാഗ്രത കൊണ്ട് മാത്രമേ അതിന് തടയിടാൻ കഴിയുകയുള്ളൂ. ജനകീയമായ ഉണർവും തിരിച്ചറിവുമാണ് ജനാധിപത്യത്തിന്റെ ഇന്ധനം. തങ്ങൾ തന്നെയാണ് തങ്ങളുടെ വിധികർത്താക്കൾ എന്ന ഉറച്ച ബോധ്യം ജനങ്ങൾക്കുണ്ടാകണം. ആ ബോധ്യത്തെ മാനിക്കാനുള്ള മനസ്സ് ഭരണാധികാരികൾക്കും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ജനാധിപത്യം ജനങ്ങളുടെ ഉത്സവമായി മാറുകയുള്ളൂ. എതിർ ശബ്ദങ്ങളും വിമർശനങ്ങളും യോജിപ്പും വിയോജിപ്പും അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളും നിലനിൽക്കുന്ന സമൂഹത്തെ മാത്രമേ ഒരു സ്വതന്ത്ര ലിബറൽ ജനാധിപത്യ സമൂഹമെന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ എക്കാലവും അത്തരമൊരു സമൂഹമായി നിലനിൽക്കണം. വ്ളാഡിമിർ പുടിൻ എന്നത് ഒരാളല്ല, ഒരു മാനസികാവസ്ഥയുടെ പേര് തന്നെയാണ്. ആ മാനസികാവസ്ഥയുള്ള ഭരണാധികാരികൾ ഏത് രാജ്യത്ത് വേണമെങ്കിലും ഉണ്ടാകാം. അതിനെതിരായ ജാഗ്രതയാണ് ജനാധിപത്യത്തിന്റെ കാതൽ.